ആറ്റുകാൽ വിഷന്റെ പ്രാദേശിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കരിമ്പുഴ തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ പ്രചാരണം ശക്തിപ്പെടുത്തി പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. രാവിലെ കോണിക്കയിൽ നിന്നും പര്യടനം ആരംഭിച്ച ശേഷം കരിമ്പുഴ തെരുവ്, തോട്ടര, കോട്ടപ്പുറം, പുലിക്കിലിയാട്, കൊടുന്നോട്, കരിപ്പമണ്ണ, പനാങ്കുന്ന്, ചാമപ്പറമ്പ്, ചെത്തല്ലൂർ, 53 മൈൽ, മാണിക്കപ്പറമ്പ്, നാട്ടുകൾ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. രാത്രി കുണ്ടൂർക്കുന്നിൽ പര്യടനം അവസാനിപ്പിച്ചു. വരുന്ന 26-ാം തീയതി ഈ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ സന്നദ്ധത നിങ്ങളാൽ അറിയിക്കുകയും അത് കുറെ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന്റെ അവസാന മണിക്കൂറുകൾ, അവസാന ദിവസങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തച്ചനാട്ടുകര പഞ്ചായത്തിലേക്ക് ചാമപ്പറമ്പിൽ നിന്ന് സ്ഥാനാർത്ഥി അധികം സമയമെടുക്കാതെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ, CP സിദ്ദിഖ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, ദളിത് ലീഗ് ജില്ലാ ട്രഷറർ തെയ്യൻ, പച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P കൃഷ്ണദാസ്, ഹംസ മാസ്റ്റർ, പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം മാസ്റ്റർ, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമൻകുട്ടി ഗുപ്തൻ, സൈനുദ്ദീൻ, UDF നിയോജക മണ്ഡലം ജനറൽ കൺവീനർ P ഗിരീശൻ, മൊയ്തുബ് ഹാജി, ഡോക്ടർ P സരിൻ എന്നിവർക്കൊപ്പം മറ്റ് UDF നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. VK ശ്രീകണ്ഠൻ പ്രദേശത്തെ ആളുകളോട് വോട്ടഭ്യർത്ഥന നടത്തി. നല്ല ഭൂരിപക്ഷം തന്ന് ജയിക്കാൻ ഏറ്റവും സ്നേഹവും ആവോളം അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. എത്ര സത്യസന്ധമായി ആത്മാർത്ഥമായി പെരുമാറുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് നീതിപൂർവം നിഷ്പക്ഷമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജനപ്രതിയായാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് സമീപിച്ച് നിങ്ങളെ കാണുന്നത്. ഒരു കാലത്ത് തച്ചനാട്ടുകര പഞ്ചായത്തിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും തരാതിരുന്ന ആളുകൾ ഞാൻ MP ആയതിനു ശേഷം ഈ പഞ്ചായത്തിലേക്ക് തന്ന പദ്ധതികളെ വില കുറച്ച് കാണിക്കാനുള്ള വിഫല ശ്രമം നടത്തി. നിങ്ങളൊരു പന്തയം വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവേൽപ്പുറ പഞ്ചായത്തിലെ മുടുക്കന്മാരിതവനൊരു പഞ്ചായത്താണെന്ന് തോന്നുന്നു. അവിടെ UDF കമ്മിറ്റി ഈ അവിടേക്ക് മാഷല്ലേ അവിടേക്ക് MP ഫണ്ട് അനുവദിച്ചില്ലെന്ന് തെളിഞ്ഞ ഈ മൈതാനത്ത് മൈക്ക് കിട്ടി എന്തും പറയുകയാണേ. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ MPക്കാണ്. 1-ാം സ്ഥാനം ആർക്കാന്ന് ചോദിക്കില്ലേ? ശശി തരൂരിനും VT മുഹമ്മദ് ബഷീറും തുല്യമായി പങ്കിട്ടു. എത്ര ശതമാനം എന്നറിയോ? 94% അവര്. എനിക്ക് 93%. എൻ്റെ ആയിരുന്നു ഫസ്റ്റ്. ഒരാഴ്ച സസ്പെൻഡ് ചെയ്തോട് കൂടിയിട്ട് അറ്റൻഡൻസ് പോയതാണ്. അതായത് CAAന്റെയും അതുപോലെ തന്നെ വിവിധ അറ്റൻഡൻസ് കിട്ടില്ല. ഇല്ലെങ്കിൽ എനിക്ക് 97% അറ്റൻഡൻസ് ഉണ്ടാകേണ്ട ആളാണ്. നരേന്ദ്രമോദി, അമിത്ഷാ കാരണമാണ് 4% നഷ്ടപ്പെട്ടത്. എന്നിരുന്നാൽ പോലും UDFന്റെ അടുത്ത് പാലക്കാട് MP ആണ് 2-ാം സ്ഥാനത്ത്. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏതെല്ലാം വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടുത്തെ DYFക്കാർ അവർ പണ്ടാണ് കമ്പ്യൂട്ടറൊക്കെ തല്ലി പൊട്ടിച്ച്. ഇപ്പൊ 24 മണിക്കൂർ മൊബൈലിലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നോക്കാം. നോക്കിയിട്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് കുറവ് തോന്നിയാൽ പരസ്യമായ സംവാദത്തിന് ഞാൻ വരാൻ റെഡിയാണ്. എല്ലാ കാര്യങ്ങളിലും രേഖയുണ്ട്. വിവിധ പോയിന്റുകളിൽ നേതാക്കളും ബൂത്ത് മെമ്പർമാരും നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന്. എന്നാൽ അന്ന് അതൊരു ആലങ്കാരികമായ പ്രയോഗമായിരുന്നുവെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യം, ആ രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് സവിശേഷതകളുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് മതങ്ങൾ, ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ, ഒരുപാട് ഭാഷകൾ, ഒരുപാട് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവർ, വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവർ, വ്യത്യസ്തമായ ആകാര സൗഷ്ഠവമുള്ള ആളുകൾ. നമുക്ക് ലോകത്തെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായ ആളുകൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അത് നമ്മുടെ ഇന്ത്യയിലാണ്. വലിയ ഉയരമുള്ള നല്ല ആപ്പിളിന്റെ കളറുള്ള പുരുഷനും സ്ത്രീയും, കാശ്മീരി, ലോകത്തെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമാണ് അവർ.
എന്നാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? അവിടെ നമ്മൾ കാണുന്നത് വലിയ ഉയരമില്ലാത്ത, ഉയരം കുറഞ്ഞു പോയ, മൂക്ക് പതിഞ്ഞു പോയ, കാണാൻ വലിയ സൗന്ദര്യമില്ലാത്ത മഞ്ഞ നിറമുള്ള മനുഷ്യരെയാണ്. അവിടെ നിന്ന് നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാലോ, ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ നമ്മൾ വരുമ്പോ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ആ പഴയ ദ്രാവിഡ സമൂഹത്തിന്റെ പിൻതലമുറയായ കറുത്തു കുറുകിയ നമ്മളെയാണ്. ഞാൻ പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ആപ്പിളിന്റെ കളറുള്ള കാശ്മീരിയും ഉയരം കുറഞ്ഞു പോയ, മൂക്ക് പതിഞ്ഞു പോയ, മഞ്ഞ നിറമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മനുഷ്യമക്കളും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കേരളത്തിലെയും ദ്രാവിഡ സമൂഹത്തിന്റെ പിൻതലമുറയായ കറുത്തു കുറുകിയ നമ്മളുമൊക്കെ ഈ രാജ്യത്തിന്റെ മക്കളാണ്. വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല. വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം. കുറ്റാനിശ്ശേരി AUP സ്കൂൾ. മികച്ച നിലവാരമുള്ള ലബോറട്ടറി, ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ്, കായിക മികവിനുള്ള പരിശീലനം, സാങ്കേതികമായി ഉന്നത നിലവാരം. ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ. ക്ലാസ് മുറികളിലെല്ലാം AC സൗകര്യം. ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം. വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി, അക്ഷയഖനി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.